ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കറന്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് ആണ് നോക്കുന്നത്. കാരണം യെസ്റ്റർഡേ നമ്മൾ നോക്കിയത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് ഫീലിങ്സ് ആണ് നിങ്ങളുമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് പാർട്ടി വിത്ത് യുവർ പേഴ്സൺ ആണ് നോക്കുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാർക്കും അവരുടെ റിലേഷൻഷിപ്പ് സ്പോയിൽ ആവാൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആവാനായിട്ട് തേർഡ് പാർട്ടിയുടെ ഒരു സാന്നിധ്യമാണ് കാരണം. അപ്പം നമുക്ക് അവർ തമ്മിൽ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇവരുടെ അടുത്ത് തന്നെ ഒഴിഞ്ഞു പോവോ, എന്താണ് ഇവരുടെ ഒരു പ്രസന്റ് കണ്ടീഷൻ തേർഡ് പാർട്ടിയുമായിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ യെസ്റ്റർഡേ ഇട്ട വീഡിയോ അല്ലെങ്കിൽ അതിന് മുൻപിട്ട വീഡിയോയിലൊക്കെ യെസ്റ്റർഡേ ഇട്ട വീഡിയോയിലാണെന്ന് തോന്നുന്നു കുറച്ച് പേര് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് വേർഡ്സ് അങ്ങനെയൊക്കെ നമ്മൾ പലതും പറഞ്ഞു തരാറുണ്ട്. ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവല്, അതുപോലെ തന്നെ അബണ്ടൻസിന് വേണ്ടിയിട്ടുള്ളത് ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമുക്ക് പ്രേയിലൂടെയാണ് ഇവരെ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. വേറെ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു സത്യം, അതിൻ്റെ ഒരു നേരുണ്ടല്ലോ, അതാണ് നിങ്ങളിലേക്ക് കാര്യങ്ങൾ അടുപ്പിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം എന്ത് നമ്മളിപ്പോൾ ഒരു ടെക്നിക്ക് ചെയ്തോ അല്ലെങ്കിൽ താന്ത്രിക വിദ്യ, മാന്ത്രിക വിദ്യ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രാർത്ഥനയാണ് അതിൻ്റെ അടിത്തറ. അത് നല്ലതാണെങ്കിൽ മാത്രമേ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പം നമ്മൾ ചില പ്രസിദ്ധരായ ആൾക്കാരെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ അവരുടെ എന്തൊക്കെയോ കർമ്മങ്ങൾ കൊണ്ട് വിളിച്ച വിളിപ്പുറത്ത് അവർ എത്ര ദിവസം കൊണ്ട് ഇവിടെ എത്തിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കങ്ങനെ അറിയാം. പക്ഷെ അപ്പോഴും അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം തീരുമാനിച്ച് ഒരു സെപ്പറേഷൻ കൊടുത്ത് ഈ സമയത്ത് പിരിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു അകൽച്ച വേണം എന്ന് ഒരു ഡെസ്റ്റിനിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ മനുഷ്യൻ അവൻ്റെതായ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇത് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റിയേക്കും. പക്ഷെ നിങ്ങൾ വിചാരിച്ച ഒരായുസ് അതിന് കിട്ടില്ല. അത് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എന്തിനാ നമ്മളിലേക്ക് വരണം എന്ന് പറയുന്നത്, നമുക്ക് അവരുമായിട്ട് ഒരു സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടാനാണ്, അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ലൈഫ് കിട്ടാനാണ്. ഇവർ തിരിച്ചു വന്നിട്ട് നമുക്ക് കിട്ടുന്നത് എട്ടിന്റെ പണിയാണെങ്കിലോ? അപ്പൊ അതുകൊണ്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല പ്രധാനം. നിങ്ങൾക്ക് ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിൽ വേണോ എങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കണോ എങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയാണ് വലുത്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഏത് ടെക്നിക്കിനെക്കാളും വലുത് പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതില് എൻ്റെ അറിവില് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരാള് സക്സസ് ആയിട്ടുള്ള കാര്യം വേണ്ട എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. എവിടെയോ കേട്ടിട്ട് വന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്തെന്ന് പറയുന്നത് കുറച്ച് നാള് മുൻപ് ഒരു മാരേജിന് പോയപ്പോഴത്തേക്കും ഒരു പഴയ തലമുറയിൽ പെട്ട ഒരു മുത്തശ്ശിയാണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തില് അവര് പറഞ്ഞു തന്ന ഒരു ടെക്നിക്ക്, ഒരു പഴയ കർമ്മമാണത്. അത് എന്നോട് പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന കാര്യമാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് ഞാനത് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായി. അവൾ ആകെ ഡിപ്രഷൻ അടിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് അവളോട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങളെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. അപ്പൊ അവൾക്ക് അതിൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾക്കെങ്കിലും റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമല്ലേ പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരിയുള്ള നമ്മൾ ഇവിടെ സ്വിച്ച് വേർഡ്സ്, അതുപോലെ തന്നെ സ്പെല്ലുകൾ, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അഫർമേഷൻസ്, അങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു കർമ്മം ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം സക്സസ് ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മനുഷ്യന്റെ കയ്യിലുള്ള കാര്യമല്ല, ദൈവത്തിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്തോ, പലരും പല പേരിട്ടാ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു പവർ തന്നെയാണ്. അപ്പോൾ ആ പവറിന്റെ കയ്യിലാണ്. നമ്മളിപ്പോൾ വിളിച്ചോണ്ട് വന്നാലും
ഈ പറഞ്ഞ അതിനൊരു നിലനിൽപ്പ് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ പുള്ളി വിചാരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഇതെപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി കിട്ടണം എന്ന് വിചാരിച്ചാൽ മതി. തേർഡ് പാർട്ടീനെ വിചാരിച്ച് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണ്ട. ഞാൻ ഒരിക്കലും പറയില്ല, കാരണം അട്രാക്ഷൻ നമുക്ക് നല്ലതല്ല. ഓക്കെ, എടുക്കുന്നതിന് മുമ്പ് തന്നെ കാർഡ് വീഴാണ്. ഭയങ്കര എനർജീസ്. ഇന്നത്തെ കാർഡ്സിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കാർഡ്സിനല്ല, നമ്മൾ എടുക്കാൻ പോകുന്ന ആ ഒരു റീഡിങ്ങിന് എനർജിയുടെ ഹൈ ഫ്ലോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഡെക്കിൽ നിന്ന് എടുത്തു. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഇനി നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്നും കൂടി എടുക്കാം. ഓക്കെ, ഓക്കെ, ഇതിലും ഏസ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് രണ്ടിലുമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. ഏസ് ഓഫ് സോഡ്സ് ഇതിലുണ്ട്, ഇതിലുണ്ട്. ഓക്കെ, ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഈ സ്പ്രെഡ് കാണുമ്പോൾ നമ്മൾ ഇന്നലെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിംഗ് ആണല്ലോ ചെയ്തത്. അപ്പം അവരുമായിട്ട് വളരെയധികം റെസണേറ്റ് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു സ്പ്രെഡ് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലുള്ള വ്യക്തികൾ, അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നതിൽ മോസ്റ്റ്ലി ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയുള്ളൊരു സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ഇവരിപ്പോൾ ഇവരുടെ ഒരു ഫാമിലിയുടെ കൂടെയാണ് എന്നാണ് കാണുന്നത്. മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതാണ്. ഇപ്പോൾ ഇതിനകത്തുള്ള നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഫാമിലിയുടെ കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഇനിയിപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ തരക്കേടില്ല. എന്നാലും മോസ്റ്റ്ലി എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അവരവരുടെ ഹസ്ബൻഡ് ഓർ വൈഫ് അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെയാണുള്ളത്. ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് കൂടുതലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് ഈ സ്പ്രെഡിൻ്റെ ഒരു കിടപ്പ്. ഓക്കെ, അപ്പം നമുക്കിതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നലെ വന്നിരുന്നു സ്റ്റാർ കാർഡ്.
നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി നോക്കിയപ്പോൾ നമുക്ക് സ്റ്റാർ കാർഡ് വന്നിരുന്നു, പക്ഷെ അത് റിവേഴ്സ് അല്ല, അത് അപ്രൈറ്റ് പൊസിഷൻ ആയിരുന്നു. ഇവിടെ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ഹോപ്പ്, ക്യൂരിയോസിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, അപ്പൊ അതുപോലെ പ്രതീക്ഷകളുടെ ഒക്കെ ഒരു കാർഡാണ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് റിവേഴ്സ് ആണ്. അതായത് അവർക്ക് ഒരു ഹോപ്പ്ലെസ്നെസ് ആണ്, ഒരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ അവര് എന്താ പറയാ, അവർ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഇപ്പോൾ അവരുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു എൻഡിങ് അതെങ്ങനെയാണെന്നൊരു പിടുത്തവും ഇല്ല. ആ ഒരു റിലേഷൻഷിപ്പിൽ അവരൊരു മൊത്തത്തിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പോൾ അതായത് ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു, മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്. അപ്പൊ ഈ വ്യക്തി ഇതിൽ നിന്നും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയാൽ കൊള്ളാം എന്ന് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയാലോ എന്നിവർ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് ഫീലിങ്സ് ആണ്, അപ്പം അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അവരുടെ ഒരു കംപ്ലീറ്റ്ലി ഇമോഷൻസിന്റെ ഒരു മിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇവർക്ക് ഇവിടെ പലപ്പോഴും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് പെയിൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ഒരു ഒറ്റപ്പെടൽ ചില സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്, പ്രതീക്ഷയില്ല, അതൊക്കെയാണ് അവസ്ഥ. അതുപോലെ പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൺസിന്റെ കാർഡാണ്. അതായത് ഇവർക്ക് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് താല്പര്യമുണ്ട്, ഒരു സ്റ്റാർട്ടിങ് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷെ ആ ഒരു പേജിനെ പോലെ അവർ ജസ്റ്റ് അത് നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ചിങ്ങനെ നിൽക്കുക എന്നല്ലാതെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാനൊന്നും അവർക്കിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. അവർക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വന്ന് അവിടെ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്, അതൊരു പേജിന്റെ എനർജിയുമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ടെമ്പറൻസ് കാർഡാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഈ ഒരു ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവർ തേർഡ് പാർട്ടിയാണ്. ഇവര് ഹസ്ബൻഡോ വൈഫോ ആരായാലും എൻ്റെ വ്യൂവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവർ തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഇവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇവർ മാക്സിമം പേഷ്യൻ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്, അതായത് പേഷ്യൻസോട് കൂടിയാണ് അവർ നിൽക്കുന്നത്. ഇവര് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി ഇവരെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇവർക്ക് മോശമായിട്ട് എന്തെങ്കിലും ഇവരോട് പെരുമാറുകയോ ചെയ്താൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവര് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുകയാണെന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തു പോകാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അതായത് ഈ ഒരു കപ്പിൽ നിന്ന് വേറൊരു കപ്പിലേക്ക് പോവുകയാണ്, എനർജി ഫ്ലോ ആണത്. അതായത് അവരുടെ ഫുൾ ആയിട്ടുള്ള എനർജി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കാണ് ഇപ്പോൾ അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തികൾ ഇവരോട് എങ്ങനെ പെരുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർ അവരുമായിട്ട് മാക്സിമം ഒത്തുചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവരുടെ ഉള്ളിലുള്ള തോന്നലുകളാണിത്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിൽ നിന്ന് വന്നിട്ട് നമ്മൾ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അതൊരു നൊസ്റ്റാൾജിക് കാർഡാണ്. പാസ്റ്റ് ലൈഫ് പാസ്റ്റ് മെമ്മറീസ് പറയുന്ന ഒരു കാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തും നമുക്കത് കാണാമല്ലോ. ഓൾറെഡി ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഷഫിൾ ചെയ്തെടുത്ത കാർഡല്ലേ, അവിടെയും നിങ്ങളെ കുറിച്ചുള്ള ഒരു മെമ്മറി അവർക്ക് വരുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകണം എന്നുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിൽ നിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പോൾ 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊക്കെ എല്ലാം ഉണ്ട്. അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി എന്ന് പറയാൻ കാര്യം അതാണ്. അവർ ഫാമിലിയുടെ കൂടെയാണ് ഈ സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നവരോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളെ പരിചയപ്പെട്ടതോ ഫാമിലി ഇഷ്യൂസ് കൊണ്ട് ഡിവോഴ്സ് ആയി നിന്നവരോ അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചിരുന്നവരോ ആ ഒരു കാറ്റഗറിയിലൊക്കെയുള്ള വ്യക്തികളാണ്. അപ്പൊ അവര് ഇതിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ ആണ്. അത് റിവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 2 റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ബാലൻസിങ്ങിന് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പെട്ട് ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഫിനാൻഷ്യൽ ലോസ് ഒക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, ബാഡ് ഐഡിയാസ് എല്ലാം ഇതിനകത്ത് വരാം. അവരുടെ തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ പിന്നെ വന്നിട്ടുള്ളത്
8 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പം ഇതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ കമ്മിറ്റഡ് ആണ്. ഇപ്പോൾ അവരുള്ള സ്ഥലത്ത് അവർ കമ്മിറ്റഡ് ആണ്. അവിടെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാർഡ് പറഞ്ഞ പോലെ, ടെമ്പറൻസ് പറഞ്ഞതുപോലെ തന്നെ ഇവരിവിടെ വർക്ക് ചെയ്യാണ്. മാക്സിമം ഇത് സെറ്റിൽ ചെയ്ത് ആക്കാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് അവർ ഫിസിക്കലി ആണ് ഇതൊക്കെ ചെയ്യുന്നത്, മെന്റലി അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അവർക്കിപ്പോൾ അവിടെ നിന്നേ പറ്റൂ എന്നുള്ളതാണ് അവരുടെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അത് ഒന്ന് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടാവാം. അതൊന്നും വരുത്താത്ത രീതിയിൽ ഇവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ അവരായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സിന്റെ കാർഡാണ്. അപ്പോൾ അതായത് അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ടെമ്പറൻസിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഒരു എനർജി ഫ്ലോ ഇങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവര് പ്രത്യക്ഷത്തിലാണെങ്കിലും അവര് സ്നേഹം ഉണ്ട്, അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് ഈ വ്യക്തികളുടെ കയ്യിലാണ്. ഇവർക്കാണ് ആ ഒരു ലവ് കൊടുക്കുന്നത്. അവരുടെ മനസ്സിൽ ഇല്ലെങ്കിൽ പോലും അവര് ഈ വ്യക്തികൾക്ക്, അതായത് തേർഡ് പാർട്ടീസിനാണ് ഇപ്പൊ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ മെന്റലി എന്ന് പറയുമ്പോൾ അവരുടെ മാനസികമായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഇതിനകത്ത് ഡിപ്രഷൻ ഉണ്ട്, ഇറങ്ങിപ്പോയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവര് സഹിച്ച പോലെ നിൽക്കുകയാണ് അതിനകത്ത്. അതുകൊണ്ട് അവർക്ക് ഇതെല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ പോരാൻ പറ്റില്ല എന്നുള്ളതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് അവരോട് ഇവർ മാക്സിമം ഒത്തുപോകുന്നുണ്ട്, സ്നേഹം കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഇവര് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇന്നലത്തെയിലും പറഞ്ഞിരുന്നു. എന്തൊക്കെയോ ഒരു കണക്ക് കൂട്ടുന്നുണ്ട്. ഇന്നലത്തെ എനർജിയിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നേരത്ത് അവർക്ക് വെറുതെ വരാൻ കഴിയില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ആയതിനു ശേഷം വരണം എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഒരു പ്ലാനിങ് അവർക്ക് നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡെക്കിൽ നിന്ന് നോക്കുമ്പോഴും ഫസ്റ്റ് വന്നിട്ടുള്ളത് ഡെവിൾ കാർഡാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മാനസികമായിട്ട് ഈ വ്യക്തികളുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളായിട്ട് അവർ കുറെ നാളായിട്ട് അടുപ്പമില്ലാതെ നിന്നിരുന്നത് പോലും അവർക്ക് ആ പൊരുത്തക്കേടുകൾ കൊണ്ടാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം, ബ്ലാക്ക് മാജിക് ഓർ വേറെ എന്തെങ്കിലും ആയാലും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വല്ല സ്പെല്ലോ അല്ലെങ്കിൽ വല്ല മാന്ത്രിക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഏതോ ഒരു രീതിയിൽ ഇവരെ അതിനകത്ത് തളച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് മാനസികമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ പോലും ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചവിടെ നിൽക്കേണ്ടി വരുന്നത്. പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട്, നിങ്ങളിലേക്ക് പുതിയ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടും അവർക്കത് നടക്കാതെ പോകുന്നു എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസ്, അത് കഴിഞ്ഞ് നൈറ്റ് ഓഫ് വാൺസും. അപ്പൊ അത് പറയുന്നത് ഇവര് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് തൊട്ട് മുകളിലുള്ള കാർഡ് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവര് എന്തൊക്കെയോ കുറെ കാർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാം ഇത് പെന്റക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്താണ്, മണി റിലേറ്റ് ചെയ്തിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. അപ്പൊ അവർ ഫിനാൻഷ്യലി എന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഇടുന്നു. നൈറ്റ് ഓഫ് വാൺസും അത് തന്നെയാണ്. എന്തോ ഒരു കാര്യം പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. എന്തോ ഒരു കാര്യം പെട്ടെന്ന് അവർക്കൊരു മാറ്റം അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതായത് അവർ നിരാശരായിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തൊരു കാര്യം അവർക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രസന്റ്ലി. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നതും അവര് ഒരു സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവര് ഈ ഒരു കണ്ടീഷനിലാണല്ലോ ഉള്ളത്, നിരാശ അതൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് വാൺസിന്റെ, അതായത് പെട്ടെന്നുള്ള ഒരു തുടക്കം അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സംഭവം അവരെ കുറച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു സംഭവം അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് വന്നതോടുകൂടി ഇവര് സെൽഫ് ലവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഡെക്കിൽ നിന്ന് വന്നിരിക്കുന്നതിന്റെ ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. അതായത് കൺഫ്യൂസ്ഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയാണ്, ഒരു ഡിസിഷനിൽ ഇപ്പോഴും എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ട് അവർക്ക് ഒരു ക്ലാരിറ്റി വരാത്തതിന്റെ കാരണം ഈ ഒരു നെഗറ്റീവ് എനർജി ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ചരടിലാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത് ഭേദിച്ച് വരാൻ പറ്റാത്തത്, അവരുടെ മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കാത്തത് ഒക്കെ ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അത് നമുക്കിവിടെ കാർഡായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇവര് മെന്റലി നല്ല സ്ട്രോങ് ആവണം, ഇവർക്ക് ഒരു ക്ലാരിറ്റി വരണം, അത് വരും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇതിനകത്ത് ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇവര് ഈ ഒരു 2 ഓഫ് സോഡ്സിന്റെ എനർജിയിൽ നിന്ന് കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതും. ഇവര് എന്താ പറയാ, മാനസികമായിട്ട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ ഇവർക്കൊരു ക്ലാരിറ്റി വരും,
അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ വന്നിരിക്കുന്നതും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ അതായത് ഒരു ഇമോഷണൽ ലോസ് അവർക്ക് നന്നായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുണ്ട്. അവർ വിചാരിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം, കെയറിങ് അല്ലെങ്കിൽ അവരെ കേൾക്കുക ഒന്നും ഇതിനകത്തുനിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുകയാണ് ഈ വ്യക്തി. അതവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇവരിപ്പോ ഒരു മിക്സ്ഡ് അപ്പ് എനർജിയിലാണ് ഉള്ളത്. അവരുടെ അടുത്ത് പ്രത്യക്ഷത്തിൽ ഇവര് സ്നേഹം എല്ലാം കാണിക്കുന്നുണ്ട്. അതായത് അവർ കീ കൊടുക്കുമ്പോൾ തുള്ളുന്ന ഒരു പാവയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷേ അവരുടെ മൈൻഡിൽ അതല്ല. അവരുള്ളിൽ അവര് എന്താ പറയാ, അവരുടെ മുമ്പിൽ കാണിക്കുന്നതാണ് ഈ ഒരു പ്രറ്റൻഡിങ് ആയിട്ടുള്ള ഫേസ്. പക്ഷെ ഉള്ളില് അവർക്ക് വളരെ മിസ്സിങ്, നിരാശയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് എന്തോ ഒരു നല്ല, അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് അവരെ കുറച്ചെങ്കിലും ഒന്ന് ഹാപ്പി ആക്കി അതിനകത്ത് ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവ് എനർജി പോണം, കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരണം, എങ്കിലേ അവര് ഒന്ന് രക്ഷപ്പെടുള്ളൂ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് അവർക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കറന്റ് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തേർഡ് പാർട്ടി ഇവിടെ ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഈ ഒരു റീഡിങ് ആർക്കൊക്കെ റെസനേറ്റ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് അറിയാലോ റെസനേറ്റിംഗ് വരുന്നുണ്ടോന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവരിൽ തേർഡ് പാർട്ടി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, ഒരു ചേഞ്ചും വന്നിട്ടില്ല. അവര് തേർഡ് പാർട്ടിയുടെ പിടിയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവരും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കമന്റ് ഇടുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, ബൈ.